ഹലോ ഗൈസ്, ടെക്കി റാം ആണ് പുതിയൊരു ടെക് വീഡിയോ ആയിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സാധാ ഹോം തിയേറ്ററിൽ എങ്ങനെ ബ്ലൂടൂത്ത് ആക്കാമെന്നാണ്. ഇപ്പോൾ പഴയ മോഡൽ ഹോം തിയേറ്ററിലും കാർ സ്റ്റീരിയോയിലൊന്നും ബ്ലൂടൂത്ത് കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അതങ്ങനെ ബ്ലൂടൂത്ത് ആക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് റിസീവർ മേടിക്കുക. USB കാർ വയർലെസ് എന്നൊക്കെയാണ് പറയുക. നമുക്ക് ഹോം തിയേറ്ററിൽ TV യിലൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. 200 രൂപയാണ് വന്നത്. നിങ്ങൾ ഷോപ്പിൽ നോക്കുക. ഞാൻ ആദ്യത്തെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ കടയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. എന്നിട്ട് ഗൈസ്, ഇതിന് 200 രൂപയാണ്. നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഗൈസ്, നമുക്കിതിങ്ങനെ മൊത്തത്തിൽ നോക്കാം. നമുക്കതിനകത്ത് വന്നൊരു USB-യുടെ ഒരു ചെറിയൊരു സംഭവമാണ്. എന്നിട്ട് പിന്നെ കണക്ഷനൊക്കെ എളുപ്പമാണ് ഇതിൻ്റെ. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഗൈസ്, ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു USB ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ഒരു മെറ്റലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. ഗൈസ്, ഇതാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇതാണ് ഇവിടെ പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഐക്കണും കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഹോം തിയേറ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് നേരെ ഹോം തിയേറ്റർ കണക്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഗൈസ്, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കൊക്കെ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഹോം തിയേറ്റർ. ഇത് ഓണിച്ചിൻ്റെ OHT 301 മോഡലാണ്. ഗൈസ്, നമുക്കത് കണക്ട് ചെയ്യാം. നമ്മൾ ആദ്യം അത് കണക്ട് ചെയ്യണം. ഗൈസ്, അപ്പോൾ ഇവിടെ USB പോയിട്ട് കണക്ട് ചെയ്യണം. ഹോം തിയേറ്റർ ഓണാക്കാം. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ഇല്ലാത്തതാണ്. ഇത് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ USB സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ USB ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ USB സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും നിങ്ങൾക്ക് വിഷയമില്ല. 10-11 മണിക്കൂർ പോകും. നിങ്ങൾ എന്തോ നേരം പാട്ടിടുന്ന അതിനനുസരിച്ച് ഇതിൻ്റെ ടൈമിങ്ങും പോകും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. നമുക്ക് ഇനി ഫോണൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ ഞാൻ ഇത് പെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് BT ഡോങ്കിൾ എന്നാണ് കാണിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ പെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു സോങ് വെച്ച് നോക്കാം. ഇപ്പോൾ NCSലെ സോങ്ങാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഹോം തിയേറ്ററാണ് കേൾക്കുന്നത്. ഹോം തിയേറ്റർ തന്നെ വോളിയം കൂട്ടാം. നമുക്ക് മൊബൈലും കുറച്ച് വോളിയം കൂട്ടാം. ഇത് വർക്കിംഗ് ആണ്. നമ്മൾ USB പാട്ട് കേൾക്കുന്ന പോലെ തന്നെയാണ് എഫക്റ്റ് കിട്ടുന്നത്. ബാസ് എല്ലാം കറക്റ്റാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വന്നേരെ ബൈ.